Dear students, welcome you all to the online video class of production process of automobile components. Today we discuss about the introduction of production process of automobile components and also the first chapter of module 1, that is molding. And before moving on to the subject, first we should understand the scope of the subject production process of automobile components. ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി ഇറങ്ങുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് റോളാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ എന്നുള്ളത്. അപ്പം അത്തരത്തിൽ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോമൊബൈൽ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പോണൻസ് ആകാം. അപ്പം അത്തരത്തിലൊരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹി ഷുഡ് ഹാവ് ദി ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ഡിഫറെന്റ് മാനുഫാക്ചറിംഗ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഫോർ പ്രൊഡ്യൂസിംഗ് പ്രോഡക്ട്സ്. So this is the subject which gives you the fundamental ideas of different manufacturing techniques. And more specifically, the subject focuses on the production of automobile components. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് 10,000-കണക്കിന് കമ്പോണൻസ് ചേർന്നാണ് ഒരു ഓട്ടോമൊബൈൽ എന്നുള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനകത്ത് വലിയ ഹെവി ആയിട്ടുള്ള കമ്പോണൻസും ഉണ്ട്, വളരെ ചെറിയ സ്ക്രൂ പോലത്തെ ചെറിയ കമ്പോണൻസും ഉണ്ട്. അപ്പൊ ഈ ഓരോ കമ്പോണന്റും നിർമ്മിച്ചിരിക്കുന്നതിന് ഡിഫറെന്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആയിരുന്നു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ടെക്നിക്സുകളെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ കിട്ടും. ഒപ്പം ഈ ഓട്ടോമൊബൈൽ കമ്പോണൻസിന് എഞ്ചിൻ കമ്പോണൻസ്, അതുപോലെ ട്രാൻസ്മിഷൻ കമ്പോണൻസ്, ദെൻ ബോഡിയുടെ പാർട്സ്, ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, എന്തൊക്കെ ടെക്നിക്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽ ആണ് അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സബ്ജക്റ്റിന്റെ സിലബസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മോൾഡിംഗ് ആൻഡ് കാസ്റ്റിംഗ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്ന ടോപ്പിക് പാറ്റേൺ മേക്കിംഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ ഒരു പാറ്റേൺ മേക്കിംഗ് എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓഫ് കാസ്റ്റ് അയൺ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയണിന്റെ മാനുഫാക്ചറിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. ദെൻ ദ പ്രോസസ് ഓഫ് എഞ്ചിൻ ബ്ലോക്ക് മാനുഫാക്ചറിങ്, അതുപോലെ സിലിണ്ടർ ഹെഡ്, പിസ്റ്റൺ, ഗിയർ ബോക്സ് തുടങ്ങിയവയുടെ മാനുഫാക്ചറിങ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റീലിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീല്, അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഡിഫറെന്റ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത സെക്കൻഡ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നത് ഡിഫറെന്റ് മെക്കാനിക്കൽ വർക്കിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ് അതിനകത്ത് പഠിക്കുന്നത്. ഓട്ടോമൊബൈൽ കമ്പോണൻസിന്റെ മാനുഫാക്ചറിങ്ങിൽ വരുന്ന മെക്കാനിക്കൽ വർക്കിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ചാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ പൂർണ്ണമായിട്ടും വെൽഡിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, വെൽഡിംഗ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ സെക്ടറിൽ വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ മൊഡ്യൂളില് നമ്മൾ വെൽഡിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിങ്, അതുപോലെ വെൽഡിംഗ് ഡിഫക്റ്റ്, ഓരോന്നിന്റെയും അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് പഠിക്കും. വെൽഡിങ്ങിനോടൊപ്പം തന്നെ സോൾഡറിങ്, ബ്രേസിങ് ഇതുകൂടി ആ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോഴത്തേക്ക് നാലാമത്തെ മൊഡ്യൂള് പൂർണ്ണമായിട്ടും മെഷീനിങ്ങിനെ കുറിച്ചാണ്, മെഷീനിങ് ടെക്നിക്സിനെ കുറിച്ചാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ലെയ്ത്ത് മെഷീൻ, അതുപോലെ ലെയ്ത്തിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ്, ഡിഫറെന്റ് പാർട്സ്, ഡ്രില്ലിംഗ് മെഷീൻ, അതിനെക്കുറിച്ച് ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ ആൻഡ് ഗ്രൈൻഡിങ് മെഷീൻ, ഇത്രയുമാണ് നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് മാനുഫാക്ചറിങ് എന്താണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പൊ എന്താണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ, ഒരു റാ മെറ്റീരിയലിനെ
ഒരു ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ റോ മെറ്റീരിയലിൽ നിന്നും ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ പ്രോഡക്റ്റിന് ഡിസൈഡ് സൈസ് ഉണ്ടായിരിക്കണം, ഷേപ്പ് ഉണ്ടായിരിക്കണം, ദെൻ റിക്വയർഡ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം, ഗുഡ് സർഫസ് ഫിനിഷ് ഉണ്ടായിരിക്കണം, ആൻഡ് ക്ലോസ് ടോളറൻസും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് എന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ മാനുഫാക്ചറിങ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓഫ് ഡിസൈഡ് സൈസ്, ഷേപ്പ്, പ്രോപ്പർട്ടീസ്, സർഫസ് ഫിനിഷ് ആൻഡ് ക്ലോസ് tolerance so that it can perform its function for long time. So this is the definition of manufacture. And now the first our objective is desired size and shape. നമ്മുടെ പ്രോഡക്റ്റിന് നമുക്ക് ആവശ്യമുള്ള സൈസും ഷേപ്പും ഉണ്ടായിരിക്കണം. അതെങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ റോ മെറ്റീരിയലിൽ നിന്നും നമുക്ക് വേണ്ട സൈസിലേക്കും ഷേപ്പിലേക്കും അതിനെ കൊണ്ടുവരുന്നത് യൂസിങ് ഡിഫറെന്റ് മാനുഫാക്ചറിങ് പ്രോസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. അതിനകത്ത് കാസ്റ്റിംഗ് ഉണ്ടാകാം, ഫോർജിങ് ആയിരിക്കും, വെൽഡിംഗ് ആയിരിക്കും, മെഷീനിങ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഏത് പ്രോസസ് ആണ് നമുക്ക് വേണ്ടത് ആ പ്രോസസ് ഉപയോഗിച്ചിട്ട് റോ മെറ്റീരിയലിനെ നമുക്ക് വേണ്ട ഡിസൈഡ് സൈസ് ആൻഡ് ഷേപ്പിലേക്ക് മാറ്റും. അടുത്ത് നമ്മുടെ പ്രോഡക്റ്റിന് ഡിസൈഡ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിന് പ്രോപ്പർ ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂ. അതിന്റെ ദൗത്യം അതിന്റെ ഫംഗ്ഷൻ അതിന് നല്ല രീതിയിൽ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സർട്ടൻ പ്രോപ്പർട്ടീസ് വേണം. അപ്പൊ ആ പ്രോപ്പർട്ടീസ് ഒരിക്കലും ഈ പറയുന്ന കാസ്റ്റിങ്ങോ ഫോർജിങ്ങോ വെൽഡിങ്ങോ പോലെയുള്ള പ്രൊഡക്ഷൻ പ്രോസസ് ചെയ്ത് നമുക്ക് കിട്ടാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് വേണ്ടെങ്കിൽ ഹാർഡ്നെസ്, പ്രോപ്പർ ഹാർഡ്നെസ് വേണം. ദെൻ വിയർ ആൻഡ് ടിയർ പ്രോപ്പർട്ടീസ്, വിയർ ആൻഡ് ടിയർ കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടീസ് വേണം. അപ്പൊ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് കൊടുക്കുന്നത് ത്രൂ ഈ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ്, അതുപോലെ ഹാർഡനിങ് ടെക്നിക്സ്, ഹാർഡനിങ് ഓഫ് സർഫസസ്, സർഫസ് കോട്ടിംഗ് തുടങ്ങിയുള്ള പ്രോപ്പർട്ടി എൻഹാൻസിങ് പ്രോസസ്സുകളും മാനുഫാക്ചറിംഗിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നല്ല സർഫസ് ഫിനിഷും ഉണ്ടായിരിക്കണം, അതുപോലെ ക്ലോസ് ടോളറൻസും ഉണ്ടായിരിക്കണം. അപ്പൊ ക്ലോസ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയമെൻഷനിലേക്കാണോ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എത്തേണ്ടത് ആ പ്രോഡക്റ്റിന് നമ്മൾക്ക് വേണ്ട ഡയമെൻഷൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഡയമെൻഷണൽ വേരിയേഷൻ കുറവ് നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഡയമെൻഷണൽ വേരിയേഷൻസ് ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു ക്ലോസ് ടോളറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊരു പ്രോഡക്റ്റിന്റെയും നിർമ്മാണത്തിൽ നമ്മളൊരു ടോളറൻസ് അലൗഡ് ആണ്. ആ ടോളറൻസ് വിത്തിൻ ആ ടോളറൻസിൽ കിട്ടണം നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ്. ഒരിക്കലും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആ ടോളറൻസിനേക്കാളും അതിന്റെ ലിമിറ്റിനേക്കാളും കൂടാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു നല്ല സർഫസ് ഫിനിഷ് കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോസസ്സുകളാണ് സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയും. അപ്പൊ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് പോളിഷിംഗ്, ഓണിംഗ്, ലാപ്പിംഗ് തുടങ്ങിയ പ്രോസസ്സുകളാണ് സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുവഴി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ഒരു സർഫസ് ഫിനിഷും അതുപോലെ തന്നെ ക്ലോസ് ടോളറൻസിലേക്ക് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കാസ്റ്റിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കാസ്റ്റിംഗ്? കാസ്റ്റിംഗ് ഈസ് ദി ഓൾഡസ്റ്റ് മാനുഫാക്ചറിംഗ് പ്രോസസ്. അപ്പൊ നമ്മൾ ഒരുപാട് മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു സിലബസിനുള്ളിൽ പഠിക്കും. ആ പ്രോസസ്സുകളിൽ എല്ലാം വെച്ച് തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് ടെക്നിക്കാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് മീൻസ് pouring molten metal into a refractory mold cavity and allows it to solidify. The solidified object is taken out from the molding medium either by breaking it or by taking the mold apart. അപ്പോൾ ഒരു റിഫ്രാക്ടറി മോൾഡ് ക്യാവിറ്റി ഉണ്ടാകും. അപ്പൊ റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ് ടു ഹൈ ടെമ്പറേച്ചർ ആണ് റിഫ്രാക്ടറി. അപ്പൊ അത്തരത്തിലൊരു ടെമ്പറേച്ചറിനെ ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മീഡിയം കണ്ടെത്തിയിട്ട് ആ മീഡിയത്തിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് സാൻഡാണ് കൂടുതലായിട്ട്. സാൻഡ് മോൾഡിങ്ങിൽ അത് സാൻഡാണ്. അപ്പൊ സാൻഡ് പോലെയുള്ള മോൾഡിംഗ് മീഡിയത്തിൽ ഒരു മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിന്റെ ഷേപ്പ് ഏതാണോ അതിന്റെ അതേ ആ പ്രോഡക്റ്റിന് സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട്, പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഇനി പറയും എന്താണ്.
പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മോൾഡിംഗ് മീഡിയം, അതായത് സാൻഡ് ആണെങ്കിൽ സാൻഡ്, വാക്സ് ആണെങ്കിൽ വാക്സ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ആ മോൾഡ് ക്യാവിറ്റിയിലേക്ക് മോൾട്ടൺ മെറ്റൽ, ലിക്വിഡ് സ്റ്റേജിലുള്ള മെറ്റലിനെ ഇതിനകത്തേക്ക് പോർ ചെയ്യുകയും അത് പോർ ചെയ്ത ശേഷം അതിനെ തണുക്കാൻ അനുവദിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് സോളിഡിഫിക്കേഷൻ. അപ്പോൾ ആ മോൾട്ടൺ മെറ്റലിനെ സോളിഡിഫൈ ചെയ്യാൻ അനുവദിക്കുകയും അതിനുശേഷം അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറി കഴിഞ്ഞ ശേഷം ഈ മോൾഡിംഗ് മീഡിയത്തിൽ നിന്നും ആ ഒരു സോളിഡ് ഓബ്ജക്റ്റിനെ നമ്മൾ തിരിച്ചെടുക്കുന്നു. ആൻഡ് ദിസ് എൻറ്റയർ പ്രോസസ് ഈസ് നോൺ ആസ് കാസ്റ്റിംഗ്. ഇനി നമുക്ക് കിട്ടുന്ന ആ ഫൈനൽ പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് എന്ന് തന്നെയാണ്. Okay, so the solidified object is called casting and the technique followed is known as casting process. അപ്പോൾ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാസ്റ്റിംഗ് പ്രോസസ്. And the factory that produces metal castings are known as foundry or foundry shop എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഇനി എന്തൊക്കെയാണ് ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First step, the basic steps in casting are first pattern making. പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഫൈനൽ പ്രോഡക്റ്റിന്റെ സിമിലർ ആയിട്ടുള്ള, ആ പ്രോഡക്റ്റിന് സിമിലർ ഇൻ സൈസ്, ഷേപ്പ്, ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടാക്കും. ദാറ്റ് ഈസ് നോൺ ആസ് പാറ്റേൺ മേക്കിംഗ്. ആ ഒരു സിമിലർ ആയിട്ടുള്ള ഓബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് പാറ്റേൺ. പാറ്റേൺ ആദ്യം ഉണ്ടാക്കണം. പാറ്റേൺ ഉണ്ടാക്കിയ ശേഷം അടുത്ത ജോലി എന്ന് പറയുന്നത് ഒരു മോൾഡിംഗ് മീഡിയം കണ്ടെത്തി ആ മോൾഡിംഗ് മീഡിയത്തില് ഈ പാറ്റേണിനെ വച്ചിട്ട് ആ മോൾഡിംഗ് മീഡിയത്തില് ഈ പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ഒരു മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് മോൾഡ് പ്രിപ്പറേഷൻ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോൾഡിംഗ് എന്ന്. മോൾഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ് ഈസ് നോൺ ആസ് മോൾഡിംഗ്. ആൻഡ് മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ കോർ ആവശ്യമായിട്ട് വരികയാണ്. ഇപ്പൊ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ഹോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാവിറ്റീസോ ഉണ്ടെങ്കിൽ നമുക്ക് പാറ്റേൺ ഉണ്ടാക്കുന്ന സമയത്ത് ആ ക്യാവിറ്റി, ആ പാറ്റേണിന് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ പാറ്റേൺ ക്യാവിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോൾ ഇല്ലാതെ പാറ്റേൺ സോളിഡ് ആയിട്ട് നിർമ്മിക്കുകയും പാറ്റേൺ ഉപയോഗിച്ചിട്ട് മോൾഡ് ക്യാവിറ്റി നിർമ്മിക്കുന്നു. മോൾഡ് ക്യാവിറ്റി നിർമ്മിച്ച ശേഷം പാറ്റേൺ പുറത്തെടുക്കുന്നു. പാറ്റേൺ പുറത്തെടുക്കുമ്പോൾ നമുക്ക് മോൾഡ് ക്യാവിറ്റി ആയി. ഇനി എവിടെയാണോ ഈ ഒരു ഹോൾ വരുന്നത് അല്ലെങ്കിൽ ക്യാവിറ്റി ഉണ്ടാവേണ്ടത്, അവിടെ ഈ ഹോളിന്റെ അതേ ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അതേ ഷേപ്പിലും അതേ ഡയമെൻഷനിലും നമ്മൾ കോർ ഉണ്ടാക്കിയിട്ട് ഈ കോറിനെ എവിടെയാണോ വരേണ്ടത് മോൾഡ് ക്യാവിറ്റിയിൽ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യും. And this process is known as core making. അപ്പോൾ അത്തരത്തിൽ കോർ നമ്മൾ സാൻഡ് ആയിരിക്കും, കൂടുതലായിട്ടും സാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കോർ നിർമ്മിച്ച ശേഷം എവിടെയാണോ വരേണ്ടത് അവിടെ അതിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, that process is known as core making. ഇനി കോർ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മോൾഡ് ഈ പറയുന്ന മോൾട്ടൺ മെറ്റല് ഒഴിക്കാനായിട്ട്, പോർ ചെയ്യാനായിട്ട് റെഡിയാണ്. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ സ്റ്റേജിൽ കൊണ്ടുവന്ന ശേഷം അതിനെ ഈ ഒരു മോൾഡ് ക്യാവിറ്റിയിലേക്ക് പോർ ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് മെൽറ്റിംഗ് ആൻഡ് പോറിംഗ്. നെക്സ്റ്റ് ഈസ് പോർ ചെയ്ത ശേഷം വി ഹാവ് ടു അലൗ ദി മോൾഡ് ടു സോളിഡിഫൈ. മോൾഡ് നമ്മൾ സോളിഡിഫൈ ചെയ്യാൻ, തണുക്കാനായിട്ട് അനുവദിക്കണം. അപ്പോൾ ഒരു സോളിഡിഫിക്കേഷൻ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മോൾട്ടൺ സ്റ്റേജിൽ നിന്നും മെറ്റല് സോളിഡ് ഫോമിലേക്ക് മാറുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് സോളിഡിഫിക്കേഷൻ. ആൻഡ് നൗ നമ്മൾ മോൾഡ് മീഡിയത്തിൽ നിന്നും ഈ പറയുന്ന മോൾഡ് മീഡിയത്തിൽ നിന്നും കാസ്റ്റിന്, അതായത് ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ, സോളിഡിഫൈഡ് ആയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിനെ പുറത്തേക്ക് എടുക്കുന്നു. പുറത്തേക്ക് എടുത്ത ശേഷം നമ്മൾ അതിനെ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഇൻസ്പെക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന കാസ്റ്റിംഗ്, ആ പ്രോഡക്റ്റ്, ആ ഒരു നമ്മൾ ചെയ്തെടുത്ത ആ ഒരു പ്രോഡക്റ്റ് അതിനെന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്താം, അല്ലെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് പോലെയുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻസ്പെക്ട് ചെയ്ത ശേഷം അതിനകത്ത്
ഈ പറയുന്ന കാസ്റ്റിംഗ് ഡിഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ബോധ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു കാസ്റ്റിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അത് പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അതിനൊരിക്കലും അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് ക്ലീനിങ് ആൻഡ് ഇൻസ്പെക്ഷൻ. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഒന്നുകൂടി നമുക്ക് പറയാം, ഒന്നുകൂടി നമുക്ക് പഠിക്കാം എന്താണ് ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിലെ ബേസിക് സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പാറ്റേൺ മേക്കിംഗ്, സെക്കൻഡ് എന്ന് പറയുന്നത് മോൾഡ് പ്രിപ്പറേഷൻ, തേർഡ് എന്ന് പറയുന്നത് കോർ മേക്കിംഗ്, ഫോർത്ത് മെൽറ്റിംഗ് ആൻഡ് പോറിംഗ്, ഫിഫ്ത്ത് solidification, and last cleaning and inspection. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പാറ്റേണിനെ കുറിച്ചിട്ടാണ്. പാറ്റേൺ എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് പാറ്റേൺ ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽ ആണ് പാറ്റേൺ ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പാറ്റേൺ മേക്കിംഗ് എന്നുള്ള ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് പാറ്റേൺ എന്നുള്ളത്. So now we can define pattern. Pattern എന്ന് പറയുന്നത് pattern is a model or replica of desired casting which when molded in sand forms an impression called mold. So this word is important, impression. മോൾഡിംഗ് മീഡിയത്തിൽ നമുക്ക് ഏത് പ്രോഡക്റ്റിന്റെ ഏത് കാസ്റ്റിംഗിന്റെ ആണോ വേണ്ടത് ആ കാസ്റ്റിംഗിന്റെ ഒരു ഇംപ്രഷൻ മോൾഡിംഗ് മീഡിയത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാറ്റേൺ എന്ന് വിളിക്കുന്നത്. സാൻഡ് കാസ്റ്റിംഗ് ആണെങ്കിൽ സാൻഡില് ഈ ഒരു പാറ്റേൺ വച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ഓബ്ജക്റ്റിന്റെ അതിനാണ് നമ്മൾ ഡിസൈഡ് കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ആ കാസ്റ്റിംഗിന്റെ ഒരു ഇംപ്രഷൻ, ഒരു മാതൃക നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മാതൃക ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ്, ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് പാറ്റേൺ. അതിന് പാറ്റേൺ നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാറ്റേൺ മേക്കിംഗ്. ഈ മോൾഡിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുകയും അതിനുശേഷം അത് സോളിഡിഫൈ ചെയ്ത് കാസ്റ്റിംഗ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി പാറ്റേൺ മെറ്റീരിയൽ, പാറ്റേൺ നിർമ്മിക്കുന്ന ആൾ, ദാറ്റ് ഈസ് പാറ്റേൺ മേക്കർ. ആ പാറ്റേൺ മേക്കർ പാറ്റേൺ നിർമ്മിക്കുന്ന സമയത്ത്, പാറ്റേൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാറ്റേണിന് നമ്മൾക്ക് ഏത് പ്രോഡക്റ്റിനാണോ നമ്മൾ പാറ്റേൺ നിർമ്മിക്കുന്നത് ആ പ്രോഡക്റ്റിനനുസരിച്ചിട്ട് പാറ്റേണും ഡിഫറെന്റ് ആയിരിക്കും. എങ്കിൽ തന്നെയും ഡിഫറെന്റ് പാറ്റേൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി എല്ലാ പാറ്റേണിനും കോമൺ ആയിട്ട് അത്യാവശ്യം വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് അത് ഈസിലി വർക്ക്ഡ്, ഷേപ്ഡ് ആൻഡ് ജോയിൻഡ് ആണ്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിലൂടെ വളരെ സിമ്പിൾ പ്രോസസ്സിലൂടെ നമുക്ക് റിക്വയർഡ് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇനി ഒന്നിലധികം പീസസ് ജോയിൻ ചെയ്താണ് നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ അത് ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കണം, വെയിറ്റ് വളരെ കുറവായിരിക്കണം. വെയിറ്റ് കൂടുതലാണെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് അവർ മോൾഡ്. ദെൻ സ്ട്രോങ് ആയിരിക്കണം, ഹാർഡ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, ഡയമെൻഷണലി സ്റ്റേബിൾ ആയിരിക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. ഡയമെൻഷണലി സ്റ്റേബിൾ ആയിരിക്കണം. ദെൻ ഈസിലി അവൈലബിൾ ആൻഡ് ലോ കോസ്റ്റ് ആയിരിക്കണം. ഒരിക്കലും പാറ്റേൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് കൂടിയ മെറ്റീരിയൽ നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വുഡ്, മെറ്റൽ പോലെയുള്ള വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ സാധാരണ പാറ്റേണിന് ഉപയോഗിക്കുന്നത്. ദെൻ റിപ്പയറബിൾ ആൻഡ് റീയൂസബിൾ ആയിരിക്കണം. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പാറ്റേൺ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് വരികയാണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് അതിന്റെ ഡയമെൻഷണൽ ആക്യുറസി നിർത്തിക്കൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് be able to take good surface finish. അപ്പൊ നല്ല സർഫസ് ഫിനിഷ് ഉണ്ടായിരിക്കണം. അപ്പൊ പാറ്റേണിന് നല്ല സർഫസ് ഫിനിഷ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോൾഡ് ക്യാവിറ്റിക്കും നല്ല സർഫസ് ഫിനിഷ് ഉണ്ട്. മോൾഡ് ക്യാവിറ്റിയുടെ ഇന്റേണൽ സർഫസസ് നല്ല ഫിനിഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ഫൈനൽ കാസ്റ്റിംഗിനും നല്ല സർഫസ് ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി നമ്മൾ പാറ്റേൺ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. പാറ്റേൺ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വുഡ്, തടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം വളരെ ചീപ്പാണ്, നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, നമുക്ക് ഏത് ഷേപ്പിലേക്കും അതിനെ നമുക്ക് ഫോം ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ വുഡ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്. ഓഫ് കോഴ്സ്
മെറ്റലും അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് മെറ്റൽ. മെറ്റൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹെവിയർ ആണ്, കുറച്ചുകൂടി കോസ്റ്റ്ലിയർ ആണ് കമ്പയർഡ് ടു വുഡ്. പക്ഷെ എങ്കിൽ തന്നെ മെറ്റൽ പാറ്റേൺസ് അതിൻ്റെതായ നമുക്ക് പ്രോഡക്റ്റിനനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് പാറ്റേൺ, ഏത് മോഡൽ പാറ്റേൺ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ പാറ്റേൺ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ മെറ്റൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കും, റബ്ബർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ പ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ മോൾഡിങ്ങിനാണ് നമ്മൾ പ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ വാക്സസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയും, പാറ്റേൺ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസിനെ കുറിച്ച് നമുക്കറിയാം. പ്രോഡക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പാറ്റേൺസും ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ എപ്പോഴും നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലുള്ളതായിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ ആവശ്യകത അനുസരിച്ചിട്ട് പാറ്റേൺസും ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഓഫ് പാറ്റേൺസ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ്. ഫസ്റ്റ് സിംഗിൾ പീസ് ഓർ സോളിഡ് പാറ്റേൺ എന്ന് പറയും. ഇപ്പോൾ ഒറ്റ പീസ് ഉള്ള പാറ്റേണിനെയാണ് നമ്മൾ സോളിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ ടു പീസ് പാറ്റേൺ. ഇപ്പൊ സിംഗിൾ പീസും ഉണ്ട്, അതുപോലെ ടു പീസ് പാറ്റേൺ ഉണ്ട്. ടു പീസ് പാറ്റേണിന്റെ വേറൊരു പേര് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് പാറ്റേൺ എന്ന് പറയും. ഇപ്പൊ ടു പീസ് പാറ്റേൺ ഓർ സ്പ്ലിറ്റ് പാറ്റേൺ. ദെൻ കോ ആൻഡ് ഡ്രാഗ് പാറ്റേൺ, ദെൻ ലൂസ് പീസ് പാറ്റേൺ, മാച്ച് പ്ലേറ്റ് പാറ്റേൺ, ഫോളോ ബോർഡ് പാറ്റേൺ, gated pattern, then soup pattern, skeleton pattern, segmental or part pattern. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പാറ്റേണിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് ഏതെങ്കിലും ഒരു പാറ്റേണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 3 പാറ്റേൺ, ഏതെങ്കിലും ഒരു 4 പാറ്റേണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു 6 പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത് സിംഗിൾ പീസ് അല്ലെങ്കിൽ സോളിഡ് പാറ്റേൺ എന്ന് പറയുന്ന പാറ്റേണിനെ കുറിച്ചാണ്. അപ്പോൾ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് സിംഗിൾ പീസ് ആണ്. അപ്പോൾ ജോയിന്റ്സ് ഒന്നും ഇല്ലാത്ത, അതുപോലെ തന്നെ എക്സ്ട്രാ പീസസ്, ലൂസ് പീസസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ സിംഗിൾ പീസ് അല്ലെങ്കിൽ സോളിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സിംഗിൾ പീസ് അല്ലെങ്കിൽ സോളിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഷേപ്പുള്ള ഓബ്ജക്റ്റിന്, സിമ്പിൾ ഷേപ്പുള്ള കാസ്റ്റിംഗ്സിനാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹെവിയർ ആയിട്ടുള്ള കാസ്റ്റിംഗ്സിന്, ലാർജ് കാസ്റ്റിംഗ്സിനാണ് നമ്മൾ സിംഗിൾ പീസ് പാറ്റേൺ പ്രിഫർ ചെയ്യുന്നത്. എ പാറ്റേൺ ഇറ്റ്സ് മെയ്ഡ് വിതൗട്ട് ജോയിന്റ്സ്, partings or any loose pieces in its construction is called a single piece or solid pattern. അപ്പോൾ joints ഇല്ല, partings ഇല്ല, അതുപോലെ തന്നെ ലൂസ് പീസസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ. ഇനി ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് the molder has to cut his own runners and feeding gates and risers. അപ്പോൾ മോൾട്ടൺ മെറ്റലിനെ ഈ ഒരു മോൾഡ് ക്യാവിറ്റിയിലേക്ക്, പാറ്റേൺ വഴി നമ്മൾ ഉണ്ടാക്കുന്ന മോൾഡ് ക്യാവിറ്റിയിലേക്ക് മോൾട്ടൺ മെറ്റലിനെ എത്തിക്കാനായിട്ട് നമുക്ക് ഫീഡിംഗ് ഗേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റണ്ണർ ചാനൽസ് ഉണ്ട്. അതുപോലെ തന്നെ മോൾട്ടൺ മെറ്റൽ മോൾഡ് ക്യാവിറ്റി ഫില്ലായ ശേഷം റൈസറിലേക്ക് ഉയർന്നു വരും. അപ്പോൾ ആ റൈസറിലെ മോൾട്ടൺ മെറ്റലിന്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോൾഡ് ക്യാവിറ്റിയിൽ മുഴുവനും മോൾട്ടൺ മെറ്റൽ ഫില്ലായോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ സോളിഡിഫിക്കേഷൻ ടൈമില് ഷ്രിങ്കേജ് കാരണം ഈ മോൾട്ടൺ മെറ്റൽ കുറച്ച് അധികമായിട്ട് എടുക്കുകയും, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത് ആ ഒരു ഷ്രിങ്കേജ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് റൈസറിലുള്ള മോൾട്ടൺ മെറ്റൽ ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ റൈസർ ഒരു മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് കാസ്റ്റിംഗിൽ. അപ്പോൾ സിംഗിൾ പീസ് പാറ്റേൺ ആണ് നമ്മുടെ പാറ്റേൺ മേക്കർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു റണ്ണർ ചാനല്, അതുപോലെ തന്നെ ഫീഡിംഗ് ഗേറ്റ്സ്, റൈസേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡ്യൂറിങ് മോൾഡിംഗ് പ്രോസസ്. സിംഗിൾ പീസ് പാറ്റേൺ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഹെവി കാസ്റ്റിംഗ്സിനാണ്, വളരെ സിമ്പിൾ ഷേപ്പുള്ള ഹെവി കാസ്റ്റിംഗ്സിനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു പീസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് പാറ്റേണിനെ കുറിച്ചാണ്. അപ്പൊ പേരിൽ തന്നെയുണ്ട് സ്പ്ലിറ്റ് പാറ്റേൺ ആണ്. അപ്പൊ 2 പീസ് ചേർത്ത് ജോയിൻ ചെയ്താണ് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് പാറ്റേൺ രൂപപ്പെടുത്തി എടുക്കുന്നത്. അപ്പൊ അതിനൊരു അപ്പർ ഹാഫും ഉണ്ട്, ഒരു ലോവർ ഹാഫും ഉണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഒരു അപ്പർ ഹാഫും ഉണ്ട്, ഒരു ലോവർ ഹാഫും ഉണ്ട്.
രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് അപ്പർ ഹാഫിൽ നമുക്ക് കാണാം 2 പിന്ന് കൊടുത്തിട്ടുണ്ട്. ലോവർ ഹാഫിലാണെങ്കിൽ ഹോളും ആണ്, ഈ പിന്ന് കയറി ജോയിൻ ചെയ്യാനുള്ള ഹോളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പിന്നിന് വിളിക്കുന്ന പേരാണ് ഡബിൾ പിൻസ്. അതുപോലെ ഈ ഹോൾസിനെ വിളിക്കുന്നത് ഡബിൾ ഹോൾസ്. അപ്പോൾ അപ്പർ ഹാഫിലെ ഡബിൾ പിൻസ് ലോവർ ഹാഫിലെ ഡബിൾ ഹോൾസിലേക്ക് ഫേം ആയിട്ട് ജോയിൻ ചെയ്യുകയും ഇതൊരു സിംഗിൾ പീസ് പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു 2 പീസ് പാറ്റേൺ. അപ്പോൾ ചില സിറ്റുവേഷനിൽ സിംഗിൾ പീസ് പാറ്റേൺ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പാറ്റേണിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സെപ്പറേറ്റ് പീസ് ആക്കുകയും ദെൻ അവരെ തമ്മിൽ ജോയിൻ ചെയ്യുകയും വരും. അപ്പോൾ 2 പീസ് പാറ്റേൺ വരുമ്പോഴത്തേക്ക് നമ്മുടെ മോൾഡിംഗ് ബോക്സിന് 2 ഹാഫ് ഉണ്ട്. ഒന്ന് മുകളിലത്തെ പോർഷനെ കോപ്പ് എന്നും താഴത്തെ പോർഷനെ ഡ്രാഗ് എന്നും പറയും. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഈ 2 പീസിൽ ഒരു പീസ് കോപ്പിൽ വരികയും ഒരു പീസ് ഡ്രാഗിൽ വരികയും ചെയ്യും. അപ്പൊ അത് കൂടുതലും നമ്മൾ സാൻഡ് മോൾഡിംഗ്, ഗ്രീൻ സാൻഡ് മോൾഡിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചത് 2 പീസ് പാറ്റേൺ എന്താണ് എന്നതിനെ കുറിച്ചാണ്. 2 പീസ് പാറ്റേണിന് 2 പീസ് ഉണ്ട്, ഒരു അപ്പർ ഹാഫും ഒരു ലോവർ ഹാഫും. അവർ രണ്ടുപേരെയും തമ്മിൽ ഡബിൾ പിൻസും ഡബിൾ ഹോൾസും ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് ഒരൊറ്റ പീസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ലൂസ് പീസ് പാറ്റേൺ. ഇപ്പൊ ലൂസ് പീസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് ലൂസ് പീസസോട് കൂടിയ പാറ്റേൺ എന്നാണ്. അപ്പൊ ലൂസ് പീസ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചില കേസിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഷേപ്പ്, നമ്മുടെ കാസ്റ്റിംഗിന്റെ ഷേപ്പ് ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോൾഡിംഗ് മീഡിയത്തിൽ നിന്നും പാറ്റേൺ പുറത്തെടുക്കണം. ആ പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷേപ്പ് കോംപ്ലിക്കേറ്റഡ് ആയത് കാരണം നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പാറ്റേണിനെ മോൾഡിംഗ് മീഡിയത്തിൽ നിന്ന്, ഇപ്പൊ സാൻഡ് ആൻഡ് മോൾഡിംഗ് ആണെങ്കിൽ ആ സാൻഡിൽ നിന്നും മോൾഡ് ചെയ്ത ശേഷം പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ മോൾഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, മോൾഡിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അത്തരം സിറ്റുവേഷനുകളിൽ എവിടെയാണോ ഈ പറയുന്ന മോൾഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് മോൾഡിനെ അഫക്ട് ചെയ്യുന്നത്, അത്തരം ഏരിയകളിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഒരു ലൂസ് പീസ് ആക്കി മാറ്റും. അതായത് ഇപ്പൊ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്നതും ഈ റൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ പീസ്, ഈ ട്രയാങ്കിൾ, ഈ ഷേപ്പ്, ഈ ഒരു വെഡ്ജ് ഷേപ്പിൽ കാണുന്ന ഈ ഒരു പീസാണ് നമ്മൾ ലൂസ് പീസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മുന്നേ കണ്ട ഒരു സോളിഡ് പാറ്റേൺ, ഒരു സിംഗിൾ പീസ് സോളിഡ് പാറ്റേണിന്റെ കണക്കാണ് നമ്മൾ ആദ്യം നമ്മുടെ ഈ പാറ്റേൺ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ സെപ്പറേറ്റ് പീസസ്, ഈ ലൂസ് പീസസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യും യൂസിങ് ഹോൾസ് ആൻഡ് പിൻസ്. പിന്നും ഹോളും ഉപയോഗിച്ചിട്ട് ലൂസ് പീസസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പൊ ലൂസ് പീസസ് അറ്റാച്ച്, അപ്പൊ ഈ ഒരു സോളിഡ് പാറ്റേൺ കാണും, എ സോളിഡ് പാറ്റേൺ വിത്ത് 2 ലൂസ് പീസസ്. അതാണ് ഈ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ മൊത്തത്തിലുള്ള പാറ്റേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂസ് പീസ് പാറ്റേൺ. അപ്പൊ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലൂസ് പീസസ് റിമൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ ബാക്കി മെയിൻ പാറ്റേൺ സെപ്പറേറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു. അപ്പൊ രണ്ടും നമുക്ക് ഡിഫറെന്റ് ആയിട്ട്, അല്ലെ 2 രീതിയിൽ നമുക്ക് ഇതിനെ മോൾഡിംഗ് മീഡിയത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് മോൾഡിനെ അഫക്ട് ചെയ്യുന്നില്ല. ഈവൻ ദോ it is complicated, even though the casting is complicated, but we can very easily remove the pattern from the molding medium. So this is the advantage of loose piece pattern. Okay, first the main part of the pattern is removed from the mold and then the remaining loose pieces are removed from the mold. അപ്പോൾ നമ്മൾ ഇത് ഒരൊറ്റ സിംഗിൾ പീസ് പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മോൾഡിംഗ് മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് മോൾഡിനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്ട് ചെയ്യും. മോൾഡിന്റെ ചില ഏരിയകൾ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ആ കൺസ്ട്രക്ഷൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കിക്കൊണ്ട് ലൂസ് പീസസ് കൊടുക്കും. ഓക്കെ, ലൂസ് പീസസ് കൊടുക്കുന്നത് കൊണ്ട് ഇതിനെ ഒരേ സമയം നമ്മൾ റിമൂവ് ചെയ്യത്തില്ല. മെയിൻ പാറ്റേണും ലൂസ് പീസസും സെപ്പറേറ്റ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും നമ്മുടെ മോൾഡിനെ അഫക്റ്റ് ചെയ്യത്തില്ല. These are suitable for producing complicated shape castings. And അടുത്ത നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് മാച്ച് പ്ലേറ്റ് പാറ്റേൺ ആണ്. അപ്പൊ മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് എന്റെ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ രണ്ടാമതായി പഠിച്ച സ്പ്ലിറ്റ് പാറ്റേണുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളതാണ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ. ചെറിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്
ഈ അപ്പർ ഹാഫിനും ലോവർ ഹാഫിനും ഇടയിലായിട്ട് ഒരു മാച്ച് പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ പാറ്റേൺ നിർമ്മിക്കുന്നത് ഒന്നുകിൽ മെറ്റാലിക് പാറ്റേൺസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വുഡൻ പാറ്റേൺ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് മെറ്റാലിക് പാറ്റേൺസ് ആണ് നമ്മൾ മാച്ച് പ്ലേറ്റ് പാറ്റേൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ അപ്പർ ഹാഫിനെയും ലോവർ ഹാഫിനെയും ഈ മാച്ച് പ്ലേറ്റ് ആണ് രണ്ടിനെയും തമ്മിൽ മാച്ച് ചെയ്ത് രണ്ടിന്റെയും ഏരിയ മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു പ്ലേറ്റ് ആണ്. ഓക്കെ, ആ പ്ലേറ്റ് എന്നുള്ളത് അത് മെറ്റാലിക് പ്ലേറ്റ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു നമ്മുടെ മുന്നേ പറഞ്ഞ സ്പ്ലിറ്റ് പാറ്റേൺ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പാറ്റേണിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേറ്റിൽ, ഈ ഒരു മാച്ച് പ്ലേറ്റിൽ തന്നെ നമുക്ക് റണ്ണർ ചാനൽസും അതുപോലെ തന്നെ ഗേറ്റ് കട്ടിങ്സും നമുക്ക് ഈ ഒരു മാച്ച് പ്ലേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് പാറ്റേൺ മേക്കർ അല്ലെങ്കിൽ നമ്മുടെ മോൾഡിംഗ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു റണ്ണർ ചാനലും അതുപോലെ തന്നെ ഗേറ്റും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മാച്ച് പ്ലേറ്റിൽ തന്നെ ഈ പറയുന്ന റണ്ണർ ചാനലും ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോൾട്ടൺ മെറ്റലിനെ നമ്മുടെ മോൾഡിംഗ് ക്യാവിറ്റിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാവിറ്റിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഏരിയയെ പറയുന്ന പേരാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗേറ്റ് നമുക്ക് ഇതിൽ മാച്ച് പ്ലേറ്റിൽ തന്നെ കട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് മോൾഡിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് കാസ്റ്റിംഗ് പ്രോസസ്, ഫാസ്റ്റ് മോൾഡിംഗ് വരുന്ന സിറ്റുവേഷന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് പോകാം. When one half of the split pattern mounted on one side of a plate and the other half is directly opposite on the other side of the plate, the pattern is called a match plate pattern. അപ്പോൾ ഒരു പ്ലേറ്റിന്റെ ഒരു വശത്ത് പാറ്റേണിന്റെ ഒരു സ്പ്ലിറ്റ് പാറ്റേണിന്റെ ഒരു ഹാഫും മറുവശത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് സെക്കൻഡ് ഹാഫും വരുന്ന രീതിയിൽ ഡയറക്ട്ലി ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന പാറ്റേൺ ആണ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. A single pattern or a number of patterns may be mounted on a match plate. അപ്പൊ ഇപ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലേറ്റിൽ ഒന്നിലധികം പാറ്റേൺസ് ഇതേ കണക്ക് മുകളിലും താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻസ് സാധിക്കും. ഇപ്പൊ ഒരു വലിയ മോൾഡിംഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരേ സമയം ഒന്നിലധികം കാസ്റ്റിങ്സ്, ഒന്നിലധികം മോൾഡ് ക്യാവിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് ഒന്നിലധികം കാസ്റ്റിങ്സ് നമുക്ക് ഒരേ സമയം പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാച്ച് പ്ലേറ്റ് പാറ്റേണിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പാറ്റേൺ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വുഡിലോ മെറ്റലോ ആയിരിക്കും. പക്ഷേ മാച്ച് പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റാലിക് ആയിരിക്കും നമ്മുടെ മാച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. മാച്ച് പ്ലേറ്റിനോടൊപ്പം തന്നെ റണ്ണർ ചാനൽസും ഗേറ്റ് കട്ടിങ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് വേറെ ടൈപ്പ് പാറ്റേൺ എന്ന് പറയുന്നത് ഗേറ്റഡ് പാറ്റേൺ ആണ്. അപ്പൊ ഗേറ്റഡ് പാറ്റേൺ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്, അതായത് ഗേറ്റോട് കൂടിയ പാറ്റേൺ. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റണ്ണർ ചാനലിൽ നിന്നും നമ്മുടെ മോൾഡ് ക്യാവിറ്റിയിലേക്ക് മോൾട്ടൺ മെറ്റലിനെ എത്തിക്കുക എന്നുള്ളതാണ് ഗേറ്റ് കട്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മൾ ഒരുപാട് കാസ്റ്റിങ്സ് നടത്തുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സിംഗിൾ പാറ്റേൺ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഗേറ്റഡ് പാറ്റേൺ ആണ്. അപ്പോൾ ഒരു സിംഗിൾ മൾട്ടി ക്യാവിറ്റി മോൾഡ് ബൈ ജോയിനിങ് എ ഗ്രൂപ്പ് ഓഫ് പാറ്റേൺസ് ആൻഡ് ദ ഗേറ്റ് ഓർ റണ്ണർ. സോ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ ഈ റൗണ്ട് കാണിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ മോൾഡ് ക്യാവിറ്റീസ് ആണ്. അപ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് പാറ്റേണിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും, കാസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ്. അപ്പൊ ഇതെല്ലാം പാറ്റേൺ ആണ്. അപ്പോൾ ഈ പാറ്റേൺ ആണ് പിന്നീട് അത് മോൾഡ് ക്യാവിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പാറ്റേൺ ഉപയോഗിക്കുന്നതിന് പകരം ഒന്നിലധികം പാറ്റേൺസ് നമ്മൾ ഈ രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ദെൻ നമ്മൾ മോൾട്ടൺ മെറ്റൽ ഇതിലേക്ക് പോർ ചെയ്യുന്ന സമയത്ത് അത് സ്ക്രൂവിലൂടെ ഇത് നമ്മുടെ റണ്ണറിലേക്ക് വരികയും ഈ റണ്ണർ നടുക്ക് കാണുന്ന ഈ ഒരു ചാനലാണ് നമ്മുടെ റണ്ണർ എന്ന് പറയുന്നത്.
ദെൻ ഈ റണ്ണറിലൂടെ അത് ഓരോ മോൾഡ് ക്യാവിറ്റിയിലേക്കും കയറുന്നത് ഈ ഒരു ഗേറ്റ് കട്ടിങ്ങിലൂടെയാണ്. അപ്പൊ ഈ ഒരു ഗേറ്റ് കട്ടിങ്ങിലൂടെയാണ് ഓരോ മോൾഡ് ക്യാവിറ്റിയിലേക്കും മോൾട്ടൺ മെറ്റൽ കയറുന്നത്. അപ്പൊ ഈ ഒരു കോമൺ ചാനൽ വിളിക്കുന്ന പേരാണ് റണ്ണർ. ഈ റണ്ണറിൽ നിന്നും ഗേറ്റ് വഴി ഓരോ മോൾഡ് ക്യാവിറ്റിയിലേക്കും മോൾട്ടൺ മെറ്റൽ എത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഗേറ്റ് കട്ടിങ്ങോട് കൂടി ഗേറ്റ് ഉൾപ്പെടെയുള്ള പാറ്റേൺ ആണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ റണ്ണർ ചാനലോ ഗേറ്റോ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പാറ്റേൺ ഈ ഒരു ഗേറ്റഡ് പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ മോൾഡ് ചെയ്തു. അതിനുശേഷം മോൾഡിംഗ് മീഡിയത്തിൽ നിന്നും ഗേറ്റഡ് പാറ്റേൺ പുറത്തെടുക്കുമ്പോൾ നമുക്ക് മോൾഡ് ക്യാവിറ്റിയും അവിടെ ഉണ്ടാവും, ദെൻ റണ്ണർ ചാനൽ ഉണ്ടാകും, അതുപോലെ സ്ക്രൂ ബേസിൻ ഉണ്ടാകും, ദെൻ റണ്ണർ ചാനൽസ് അവിടെ ഉണ്ടാകും, ഗേറ്റ് കട്ടിങ്സ് അവിടെ ഉണ്ടാകും. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാറ്റേൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് കാസ്റ്റിങ്സ് ഒരൊറ്റ പാറ്റേൺ ഗേറ്റഡ് പാറ്റേൺ ഈ ഒരു പാറ്റേൺ ഇപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ 8 മോൾഡ് ക്യാവിറ്റീസ് ക്രിയേറ്റ് അല്ലെങ്കിൽ 8 കാസ്റ്റിംഗ് നമുക്ക് കിട്ടും. അപ്പൊ 8 കാസ്റ്റിംഗ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഒരൊറ്റ പാറ്റേൺ ആണ് ഉപയോഗിച്ചത്, സിംഗിൾ പാറ്റേൺ ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ആ സിംഗിൾ പാറ്റേൺ എന്ന് പറയുന്നത് അതിനകത്ത് ഈ പറയുന്ന മൾട്ടി പീസസ് ഉണ്ട്, ദെൻ മൾട്ടി ഗേറ്റ്സ് ഉണ്ട്, ദെൻ റണ്ണർ ചാനൽസ് ഉണ്ട്, അതുപോലെ സ്ക്രൂ ബേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ മാസ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ദെൻ കാസ്റ്റിങ്സ്, ഹെവി കാസ്റ്റിങ്സിനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, സ്മോൾ കാസ്റ്റിങ്സിനാണ്. ഓക്കെ, ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഷേപ്പ് ആയിരിക്കണം, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്മോൾ കാസ്റ്റിങ്സിനാണ് നമ്മൾ ഈ ഒരു ഗേറ്റഡ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ പാറ്റേണിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്യൂപ്പ് പാറ്റേൺ ആണ്. അപ്പൊ സ്യൂപ്പ് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ് എന്ത് ടൈപ്പ് പാറ്റേൺ ആണെന്നുള്ളത്. അപ്പോൾ സ്യൂപ്പ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഓബ്ജക്റ്റ്, നമ്മുടെ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ഷേപ്പിലുള്ളതാണ് എങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു പാറ്റേണിന്റെ മെറ്റീരിയൽ വളരെ കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട റിക്വയർഡ് മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്യൂപ്പ് പാറ്റേൺ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത. സ്യൂപ്പ് പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്ക് ലാർജ് സിമെട്രിക്കൽ മോൾഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് സ്യൂപ്പ് പാറ്റേൺ. Soup is a section or board made of wooden of proper shape that is rotated in its axis. അപ്പോൾ സ്യൂപ്പ് പാറ്റേൺ വരുമ്പോഴത്തേക്ക് അതിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ആക്സിസും കാണും, അതുപോലെ തന്നെ ഒരു സ്യൂപ്പ് ബോർഡ്. ഈ കാണുന്നതാണ് സ്യൂപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഈ സ്യൂപ്പ് ബോർഡ് വുഡ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. ഈ സ്യൂപ്പ് ബോർഡിന്റെ ഈ ഒരു ഷേപ്പ്, ഈ ഒരു ക്രോസ് സെക്ഷൻ ഷേപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോൾഡ് ക്യാവിറ്റി എന്താണോ വേണ്ടത് ആ മോൾഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഈ ഒരു സ്യൂപ്പ് ബോർഡിന്റെ ഷേപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ സ്യൂപ്പ് ബോർഡിനെ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് ഒരു ഫുൾ റൊട്ടേഷൻ, ഒരു 360 ഡിഗ്രിയിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് മോൾഡ് ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്യൂപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ നമ്മളൊരു ഫുൾ ഓബ്ജക്റ്റ് ഫുൾ പാറ്റേൺ ഉപയോഗിക്കുന്നതിന് പകരം വളരെ തിന്നായിട്ടുള്ള ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു റിക്വയർഡ് മോൾഡ് ക്യാവിറ്റി സ്യൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള പാറ്റേണിനാണ് സ്യൂപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. The required mold cavity can be obtained by rotating the soup board and removing the sand. അപ്പോൾ ഈ സ്യൂപ്പ് ഒരു 360 ഡിഗ്രി ഒരു ഫുൾ റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്ക് അത്രയും ഭാഗത്ത് ഫില്ലായി നിന്ന മോൾഡിംഗ് സാൻഡിനെ അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റും. ഓക്കെ, ആൻഡ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലോം സാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ലോം സാൻഡ് മോൾഡിങ്സിലൊക്കെയാണ് നമ്മൾ സ്യൂപ്പ് പാറ്റേൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പാറ്റേൺ അലവൻസസിനെ കുറിച്ചാണ്. പാറ്റേൺ അലവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാറ്റേൺ നിർമ്മിക്കുന്നത് ഫൈനൽ പ്രോഡക്റ്റിന്റെ ഫൈനൽ കാസ്റ്റിംഗിന്റെ അതേ ഷേപ്പിലും സൈസിലുമാണ് പാറ്റേൺ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും പാറ്റേൺ നിർമ്മിക്കുമ്പോൾ പലപ്പോഴും പാറ്റേൺസ് ഫൈനൽ പ്രോഡക്റ്റിന്റെ അതേ ഡയമെൻഷനിലായിരിക്കത്തില്ല നിർമ്മിക്കുന്നത്. പാറ്റേൺസ് നിർമ്മിക്കുമ്പോൾ പാറ്റേണിന്റെ ഡയമെൻഷൻസിൽ അലവൻസസ് കൺസിഡർ ചെയ്യുകയും ആ അലവൻസസിന് അനുസരിച്ചിട്ട് അതിന്റെ ഡയമെൻഷൻസ് മാറ്റുകയും ചെയ്യും. അപ്പോൾ
എന്തിനൊക്കെയാണ് നമ്മൾ അലവൻസസ് കൊടുക്കുന്നത്? എന്തിനാണ് അലവൻസസ് കൊടുക്കുന്നത്? 1 ഷ്രിങ്കേജ്, 2 ഡ്രാഫ്റ്റ്, 3 ഫിനിഷ്, 4 ഡിസ്റ്റോഷൻ, 5 റാപ്പിംഗ്. അപ്പൊ ഈ 5 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഒരു പാറ്റേൺ മേക്കർ പാറ്റേൺ അലവൻസസ് കൊടുക്കുന്നത്. അപ്പോ അതിൽ ആദ്യമായിട്ട് ഷ്രിങ്കേജ് അലവൻസ്. അപ്പൊ എന്താണ് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. ഇപ്പോ മോൾട്ടൺ മെറ്റല് മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഒഴിക്കുകയും സോളിഡിഫിക്കേഷൻ ടൈമിൽ ഈ ലിക്വിഡ് സ്റ്റേജിൽ നിന്നും സോളിഡ് സ്റ്റേജിലേക്ക് മെറ്റല് മാറുന്ന സമയത്ത് ഇതിന്റെ മെറ്റൽ ഷ്രിങ്ക് ആവുകയും അപ്പോൾ അത് കോൺട്രാക്ട് ചെയ്യുക, അതിന്റെ സൈസ് കോൺട്രാക്ട് ചെയ്യുകയും, അതായത് മെറ്റൽ ഷ്രിങ്ക് ആവുകയും അതനുസരിച്ചിട്ട് മോൾഡ് ക്യാവിറ്റിയെക്കാളും കുറഞ്ഞ ഒരു അളവിലേക്ക് നമ്മുടെ ഫൈനൽ കാസ്റ്റിംഗ് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഷ്രിങ്കിങ് കാരണം ഉണ്ടാകുന്ന ഡയമെൻഷണൽ ചേഞ്ചസ് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം പാറ്റേൺ മേക്കർ പാറ്റേണിന്റെ ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാൻ. അപ്പൊ അത്തരത്തില് ഷ്രിങ്കേജ് അലവൻസ് ഓരോ മെറ്റീരിയലിനെ അനുസരിച്ചിട്ട് ഷ്രിങ്കേജ് അലവൻസ് മാറും. കാരണം ഓരോ മെറ്റീരിയലിനും അതിന്റെ ഈ ഒരു ഷ്രിങ്കേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് ഓരോ മെറ്റീരിയലിനും അതിന്റെ ഓരോ ലെങ്തിന് ഇത്ര അലവൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഒരു ഷ്രിങ്കേജ് റൂൾ എന്നുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്, ആ സ്കെയിലിൽ നിന്നാണ് പാറ്റേൺ മേക്കർ ഷ്രിങ്കേജ് അലവൻസ് കൊടുക്കുന്നത്. അപ്പോൾ പാറ്റേൺ മേക്കർ ഉപയോഗിക്കുന്നത് ഷ്രിങ്കേജ് റൂളാണ്. ആ ഷ്രിങ്കേജ് റൂൾ എന്ന സ്കെയില് നമ്മുടെ കോമൺ സ്കെയിലിൽ നിന്നും ഡയമെൻഷൻസിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഷ്രിങ്കേജ് റൂൾ എന്ന സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് പാറ്റേൺ മേക്കർ പാറ്റേൺസിന്റെ ഡയമെൻഷൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഷ്രിങ്കേജ് എന്ന് അറിയുക. ഷ്രിങ്കേജ് കാരണം നമ്മുടെ നമ്മുടെ ഫൈനൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡയമെൻഷനില് ചെറുതാകും. ആ ഡയമെൻഷൻസ് കുറയുന്നത് കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫൈനൽ കാസ്റ്റിംഗിന്റെ ഡയമെൻഷൻസിനേക്കാളും കുറഞ്ഞ ഒരു നെഗറ്റീവ് അലവൻസ്. അപ്പൊ നമുക്ക് അലവൻസ് പ്രധാനമായിട്ടും പോസിറ്റീവ് അലവൻസ്, നെഗറ്റീവ് അലവൻസ് എങ്ങനെയാ വരുന്നത്? അപ്പൊ നെഗറ്റീവ് അലവൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം മോൾഡ് ക്യാവിറ്റിയിൽ നിന്നും അത് ഫൈനൽ കാസ്റ്റിംഗിലേക്ക് പോകുമ്പോൾ ഡയമെൻഷൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് പാറ്റേണിന് അലവൻസ് കൊടുക്കുമ്പോൾ അത് നെഗറ്റീവ് അലവൻസ് ആണ് കൊടുക്കുന്നത് ടു കോമ്പൻസേറ്റ് ഫോർ ഷ്രിങ്കേജ്. And the pattern maker allows this by using shrinkage or contraction rule എന്ന് പറയും. അപ്പൊ ആ കോൺട്രാക്ഷൻ റൂൾ ആൻഡ് ഷ്രിങ്കേജ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയലിനനുസരിച്ചിട്ട് ഷ്രിങ്കേജ് അലവൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് എത്രയാണോ അലവൻസ്, എത്ര ഇഞ്ചാണോ അലവൻസ് വരുന്നത് ആ ഇഞ്ച് അത് മൈനസ് ചെയ്താണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡ്രാഫ്റ്റ് അലവൻസ്. ഇപ്പൊ ഡ്രാഫ്റ്റ് അലവൻസ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പോ ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പൊ ഈ പാറ്റേൺ മോൾഡിംഗ് മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. മോൾഡിൽ നിന്ന്, അതായത് മോൾഡിംഗ് സാൻഡിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന മോൾഡിംഗ് സാൻഡിന്റെ ഈ ഇന്നർ സർഫസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചില ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ട്, ചില ഇന്റേണൽ ക്രാക്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടാകാനുള്ള കാരണം ഈ ഇത്രയും ലെങ്തില് ഈ ഒരു പാറ്റേണിനെ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ പുറത്തേക്ക് എടുത്തത് മൂലം ഉണ്ടായ ഇഞ്ചുറീസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് എഡ്ജിന് പകരം അകത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഒരു ടേപ്പർ കൊടുക്കും. ഈ ഒരു ടേപ്പറിനെ വിളിക്കുന്ന പേരാണ് ഡ്രാഫ്റ്റ് എന്ന് പറയും. അപ്പൊ ഇത്തരത്തില് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം പാറ്റേൺ മേക്കർ ആ എഡ്ജിനെ ഇന്റേണൽ ആയിട്ട്, അതായത് അകത്തേക്ക് ഒരു ടേപ്പർ കൊടുക്കുകയും, അങ്ങനെ ടേപ്പർ കൊടുക്കുമ്പോൾ നമുക്കറിയാം പാറ്റേണിൽ നിന്ന് ഈ ഒരു ഡ്രാഫ്റ്റ് കൊടുത്ത പാറ്റേൺ പുറത്തേക്ക് എടുക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇഞ്ചുറീസും അവിടെ ഉണ്ടാകുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പാറ്റേണിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. When a pattern is drawn from a mold, there is some probability of injuring the edges of the mold, and this danger is greatly decreased if the vertical surface of the pattern is tapered inward slightly. അപ്പൊ അകത്തേക്ക് നമ്മൾ ഫിഗർ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടേപ്പർ കൊടുത്തായിട്ടൊക്കെ തോന്നും, വളരെ
ചെറിയ ഒരു എമൗണ്ട് ഓഫ് ടേപ്പർ ആണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. ആൻഡ് ദിസ് സ്ലൈറ്റ് ഇൻവേർഡ് ടേപ്പർ ഓൺ ദി വെർട്ടിക്കൽ സർഫേസ് ഓഫ് എ പാറ്റേൺ ഈസ് കോൾഡ് ഡ്രാഫ്റ്റ്. ആൻഡ് ദിസ് അലവൻസ് ഈസ് നോൺ ആസ് ഡ്രാഫ്റ്റ് അലവൻസ്. ആ കൊടുക്കുന്ന ഡ്രാഫ്റ്റ്, അതാണ് ആ പാറ്റേണിന്റെ ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകിൽ അത് mm-ലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഡിഗ്രീസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഒഴിവാക്കാൻ, പാറ്റേൺ അത് നമ്മുടെ മോൾഡിന്റെ ഇന്നർ സർഫസിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റ് അലവൻസ് കൊടുക്കുന്നത്. That also depends on the type of casting. നമ്മുടെ പാറ്റേണിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ചില കേസുകളിൽ ഈ പറയുന്ന ഡ്രാഫ്റ്റ് അലവൻസ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. And next is third is machining allowance. അപ്പോൾ മെഷീനിങ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് കിട്ടുന്ന സാധനം അതിനെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ആക്കുന്നത് ഒരുപക്ഷെ അതിനെ മെഷീനിങ് നടത്തിയിട്ടായിരിക്കും. ഒന്നുകിൽ അത് ലേത്തിൽ ടേണിങ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനിൽ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് മെറ്റീരിയൽ കളഞ്ഞായിരിക്കും നമുക്ക് മെഷീൻ ചെയ്ത് റിമൂവ് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ അതിനൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ എത്രത്തോളം മെറ്റീരിയൽ ആണോ നമ്മൾ മെഷീനിങ് ചെയ്ത് മാറേണ്ടത് അത്രയും അഡീഷണൽ ആയിട്ട് മെറ്റീരിയൽ പാറ്റേണിന് കൊടുത്താൽ മാത്രമേ നമ്മുടെ കിട്ടുന്ന കാസ്റ്റിങ്ങിനും ആ ഒരു പ്ലസ് ആയിട്ട് മെറ്റീരിയൽ ഉണ്ടാവൂ. അങ്ങനെ പ്ലസ് ആയിട്ട് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അതിനെ മെഷീനിങ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റ് എക്സാക്ട് ഡയമെൻഷനിലേക്ക് വരും. ഇനി മെഷീനിങ് അലവൻസ് കൊടുക്കാത്ത ഒരു കാസ്റ്റിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ടേണിംഗ് നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അതിന്റെ പുറത്ത് അതിന്റെ സർഫസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനൽ ഡയമെൻഷനേക്കാൾ താഴെ പോകും. ദാറ്റ് ഈസ് നോൺ ആസ് അണ്ടർ സൈസ്. അത് നമ്മുടെ പ്രോപ്പർ സൈസിൽ ആകാതെ അത് അണ്ടർ സൈസ് ആവുകയും ആ ഒരു കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗം ഇല്ലാതാവുകയും ചെയ്യും. അത് ഒരു അത് റിജക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അണ്ടർ സൈസിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തുണ്ടായിരിക്കണം, ഈ ഒരു അഡീഷണൽ മെറ്റീരിയൽ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ മെഷീനിങ് അലവൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് അലവൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമുക്ക് വേണ്ട ഫൈനൽ പ്രോഡക്റ്റിന്റെ ഡയമെൻഷനേക്കാളും ഒരല്പം കൂടുതലായിട്ട് ഒരു അലവൻസ് കൊടുത്തു, പോസിറ്റീവ് അലവൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പാറ്റേൺ നിർമ്മിക്കുന്നത്. ആ പാറ്റേൺ വഴി കിട്ടുന്ന കാസ്റ്റിംഗില് പിന്നീട് അതിന്റെ മെഷീനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതൊരിക്കലും അണ്ടർ സൈസ് ആവത്തില്ല. അത് കറക്റ്റ് സൈസിലേക്ക് അതിനെ മെഷീനിങ് നടത്തി ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏത് മെറ്റലാണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ സൈസും ഷേപ്പും കാസ്റ്റിംഗിന്റെ സൈസും ഷേപ്പും ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ മെഷീനിങ് അലവൻസ് ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷീനിങ്, ഇപ്പോൾ ലെയ്ത്തിലാണോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനിലാണോ, ഏത് ഓപ്പറേഷൻ ആണോ, ഏത് മെഷീനിങ് ഓപ്പറേഷൻ ആണോ നടത്തുന്നത് എന്നനുസരിച്ച്, കാരണം എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ മെഷീൻ നടത്തുമ്പോൾ എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു എന്നതിന് മനസ്സിലാക്കിയിട്ടാണ് മെഷീനിങ് അലവൻസ് കൊടുക്കുന്നത്. കൂടുതൽ കൊടുക്കണോ കുറച്ച് കൊടുക്കണോ എന്നുള്ളൊരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ വരുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസ്റ്റോർഷൻ ഓർ ക്യാമ്പർ അലവൻസ്. ഇപ്പോൾ ഇത് ചില പ്രത്യേക ജോമെട്രീസിലുള്ള കാസ്റ്റിംഗ്സിനാണ് ഈ ഒരു നമ്മുടെ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ക്യാമ്പർ അലവൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ this allowance is applied to the castings which have the tendency to distort during cooling due to thermal stresses developed. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു യു ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു യു ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അതിന്റെ ഓപ്പൺ എൻഡ് ആണ്, ഇത് അതിന്റെ ക്ലോസ്ഡ് എൻഡ് ആണ്. അപ്പൊ ക്ലോസ്ഡ് എൻഡിൽ ഇത് മെറ്റൽ പോർ ചെയ്യുന്നു, അതിനുശേഷം സോളിഡിഫൈ ചെയ്ത് കൂളായി അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഓപ്പൺ എൻഡിനേക്കാൾ കൂടുതൽ ഓപ്പൺ എൻഡിലും ഈ ക്ലോസ്ഡ് എൻഡിലും ഈ ഒരു തെർമൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിരിക്കത്തില്ല. അപ്പോ സ്ട്രെസ്സസ് കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു ക്ലോസ്ഡ് എൻഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു യു ഷേപ്പ് കാസ്റ്റിംഗ് നമുക്ക് ഫൈനലായിട്ട് ഒരുപക്ഷെ കിട്ടുന്നത്, അത് ഫൈനൽ പ്രൊഡക്ഷൻ നടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്പൺ എൻഡ് എക്സ്പാൻഡ് ആവുകയും അതുപോലെ ഈ ഒരു ക്ലോസ്ഡ് എൻഡ് കോൺട്രാക്ട് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോ യു ഷേപ്പ് വിൽ കോൺട്രാക്ട് അറ്റ് ദ ക്ലോസ്ഡ് എൻഡ് ആൻഡ് എക്സ്പാൻഡ് അറ്റ് ദി ഓപ്പൺ എൻഡ്. ഓക്കെ, സോ അത്തരത്തിൽ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ എൻഡിനെ ക്ലോസ് ആക്കുകയും അതുപോലെ ഓപ്പൺ എൻഡിനെ ക്ലോസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ നിർമ്മിക്കും. അപ്പൊ അത്തരത്തിലൊരു ഡിസ്റ്റോർഷൻ, ഒരു ക്യാമ്പർ അലവൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു പാറ്റേണിന്റെ ഡയമെൻഷൻസ് ചേഞ്ച് വരുന്നു. അപ്പൊ അത് കാരണം ഇതിനകത്ത് തെർമൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്ത് ഈ
ക്ലോസ്ഡ് എൻഡ് കോൺട്രാക്ട് ചെയ്താലും ഓപ്പൺ എൻഡ് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ കിട്ടുന്നത് അതൊരു പെർഫെക്റ്റ് യു, അതായത് ഈ ഒരു ഓപ്പൺ എൻഡ് ഈ ഒരു എഡ്ജസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് ഡയമെൻഷനിലും ഷേപ്പിലും ഉള്ളത് ആയിരിക്കും. ഇനി ഒരു ഐ സെക്ഷൻ ആണെങ്കിലും ഇതേ സിറ്റുവേഷൻ ആണ്, ഈ ഒരു ക്യാമ്പർ അവിടെ ഉണ്ടാകും. അപ്പൊ ആ ഒരു ക്യാമ്പർ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അതിനൊരു അലവൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാറ്റേൺ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ഈ ഷേപ്പിൽ ഡിസൈൻ ചെയ്യുകയും സ്വാഭാവികമായിട്ടും കാസ്റ്റിംഗ് നടന്ന് അത് നമുക്ക് സോളിഡിഫൈഡ് പ്രോഡക്റ്റ് കിട്ടുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ഐ ഷേപ്പിലേക്ക്, അതായത് സ്ട്രെയിറ്റ് എഡ്ജസോട് കൂടിയ ഐ സെക്ഷനുള്ള കാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഡിസ്റ്റോർഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അലവൻസിനെ വിളിക്കുന്ന പേരാണ് ക്യാമ്പർ അലവൻസ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ അലവൻസ്. അത് ജോമെട്രി അനുസരിച്ചിട്ട്, നമ്മുടെ കാസ്റ്റിന്റെ ജോമെട്രി അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ക്യാമ്പർ അലവൻസ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ അലവൻസ്. ഇനി അടുത്ത അഞ്ചാമത് നമ്മൾ കൊടുക്കുന്ന അലവൻസ് എന്ന് പറയുന്നത് ഷേക്ക് അലവൻസ് അല്ലെങ്കിൽ റാപ്പിംഗ് അലവൻസ് എന്ന് പറയും. അപ്പൊ ഷേക്ക് അലവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷേക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ്? പാറ്റേൺ മോൾഡിംഗ് മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലും ഷേക്ക് വരികയാണെങ്കിൽ അത് മോൾഡ് ക്യാവിറ്റിയെ വലുതാക്കും. അത് ഒഴിവാക്കാനായിട്ട് പാറ്റേൺ നിർമ്മിക്കുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് അലവൻസ് അതിനകത്ത് കൊടുക്കും. ഇപ്പൊ നെഗറ്റീവ് അലവൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇൻ കേസ് എന്തെങ്കിലും ഷേക്ക് ഉണ്ടായാൽ തന്നെയും, ഷേക്ക് വരികയാണെങ്കിൽ ആ ഷേക്ക് കാരണം ഉണ്ടാകുന്ന മോൾഡ് ക്യാവിറ്റിയിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ ഈ ഒരു നെഗറ്റീവ് അലവൻസ് വഴി നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു അലവൻസിനെയാണ് റാപ്പിംഗ് അലവൻസ് അല്ലെങ്കിൽ ഷേക്ക് അലവൻസ് എന്ന് പറയും. അപ്പൊ ഇത് സാധാരണയായിട്ട് ചെറിയ കാസ്റ്റിംഗ്സിന് ഇത് ബാധകമല്ല, റാപ്പിംഗ് അലവൻസ് കൊടുക്കാറില്ല. അതേസമയം ഇത് സാധാരണയായിട്ട് കൊടുക്കുന്നത് ലാർജ് കാസ്റ്റിംഗ്സിലാണ് ഈ പറയുന്ന പാറ്റേണും വലുതായിരിക്കും. ആ ഒരു വലിയ പാറ്റേൺ ഈ പറയുന്ന മോൾഡിംഗ് മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് ഒരു പക്ഷേ മോൾഡ് ക്യാവിറ്റിയുടെ ഡയമെൻഷൻസിനെ വൈഡ് ആക്കുകയും പ്ലസ് ആക്കും. അപ്പൊ ആ ഒരു പ്ലസ് ആക്കുന്നത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് റാപ്പിംഗ് അലവൻസ് എന്ന നെഗറ്റീവ് അലവൻസ് കൊടുക്കും. അപ്പോൾ ഷേക്ക് ഉണ്ടായാലും ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ ഡയമെൻഷൻസിനെ ഈ ഒരു നെഗറ്റീവ് അലവൻസ് നമ്മൾ ഓൾറെഡി പാറ്റേണിൽ കൊടുത്തു കഴിയുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാനും ഫൈനൽ കാസ്റ്റിംഗ് എന്നുള്ളത് റിക്വയർഡ് ഡയമെൻഷൻസിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് റാപ്പിംഗ് അലവൻസ്, ഇറ്റ് ഈസ് എ നെഗറ്റീവ് അലവൻസ്. അപ്പൊ അത്രയാണ് നമ്മുടെ പാറ്റേൺ മേക്കിംഗ് എന്നുള്ള ടോപ്പിക്കിനകത്ത് വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ മെറ്റീരിയൽസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ അലവൻസസ്. ഓക്കെ, താങ്ക് യു.